ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ അധികമാരും ചർച്ച ചെയ്യാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു. അതാണ് ആര്യൻ അനിമോളുടെ മേൽ കൈവച്ചത്, അനിമോളെ തല്ലിയത്. നോൺസെൻസ്, പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിമോളെ അവൻ തല്ലുന്നത്. അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും ബിഗ് ബോസ് പുറത്തുവിടില്ല. നിയമപരമായി അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മത്സരാർത്ഥി ഒരു സഹമത്സരാർത്ഥിയെ തല്ലി അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് ഒത്തിരി പുലിവാല് ബിഗ് ബോസും ഏഷ്യാനെറ്റും ഒക്കെ പിടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും ബിഗ് ബോസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ബിഗ് ബോസ് ആ അടിയുടെ ശബ്ദം പ്രേക്ഷകരെ കേൾപ്പിച്ചു. അനിമോളും നൂറയും ആദിലയും ആര്യന് നേരെ ആ സമയത്ത് പൊട്ടിത്തെറിക്കുന്നതും നീ എന്തിനാണ് കൈവെക്കുന്നത് എന്ന് നൂറ പ്രത്യേകമായി എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ബിഗ് ബോസ് വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന്. തുടർന്ന് കാണുന്ന മറ്റൊരു ദൃശ്യമുണ്ടായിരുന്നു. അനീഷിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ആദിലയും നൂറയും കൂടി ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അനീഷ് ഒരു ഞെട്ടലോട് കൂടി ചോദിക്കുകയാണ്, എപ്പോഴാണ് അവൻ അനിമോളെ അടിച്ചത്? അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഷാനവാസിനെ കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു ഒറ്റ അടി അനിമോൾക്കിട്ട് കൊടുത്തെന്ന്. ഇത് കേട്ടപ്പോൾ അനിമോള് പറയുകയാണ്, എനിക്ക് എത്രയോ തവണ അവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിരിക്കുന്നു. അതേപ്പറ്റി ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം, അവൻ അത് സമ്മതിക്കുകയും ചെയ്തുവെന്ന്. ഇതൊക്കെ സമൂഹം കേൾക്കുന്നുണ്ടോ? ഒരു സ്ത്രീയുടെ മേൽ ഒരു പുരുഷൻ ഇമാതിരി അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ട് ചെന്നാൽ, അവരുടെ മേൽ കൈവച്ചാൽ ഉറപ്പായിട്ടും പുറം ലോകത്ത് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആരും കാണാത്ത രഹസ്യമായിട്ടൊക്കെ സ്ത്രീകളുടെ മേൽ അതിക്രമങ്ങൾ നടത്തി മിടുക്കന്മാരാകുന്ന ഒത്തിരി ആണുങ്ങൾ ഉണ്ടാവാം. പക്ഷേ സ്ത്രീകൾക്ക് നേരെയുള്ള, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അത് വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെയാണ് നിയമം കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ ഇവരുടെയൊക്കെ ന്യായം ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ഇതൊക്കെ ആവാം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസ് ആവുമ്പോൾ നിയമം മാറുക? ബിഗ് ബോസ് വീടിനുള്ളിൽ ബിഗ് ബോസിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെയാവുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറയാൻ കഴിയുമോ? ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ നിയമങ്ങളാണെങ്കിൽ പോലും ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് ഒരു വ്യക്തിയുടെ മേൽ കൈവെക്കുക എന്നുള്ളത്. ഒരു സ്ത്രീയെ ആ വീട്ടിൽ വെച്ച് ഇത്രയും ക്യാമറ കൂട്ടങ്ങളുടെ നടുവിൽ വെച്ച് പരസ്യമായി തല്ലുവാൻ ഒരു പുരുഷൻ തയ്യാറാവുക എന്ന് വെച്ചാൽ അവൻ എത്രമാത്രം അധമനായിരിക്കും, വൃത്തികെട്ടവനായിരിക്കും, തൻ്റെടിയായിരിക്കും, എത്രത്തോളം അധപ്പതിച്ച സംസ്കാരത്തിൽ ജീവിച്ചു വളർന്നവനായിരിക്കും. തുടക്കം മുതൽ ആര്യനോട് എനിക്കുള്ള വിയോജിപ്പ് ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ്. അല്ലറ ചില്ലറ കള്ളത്തരങ്ങളും തരികിട പരിപാടികളും ഒക്കെ അയാൾ അവിടെ കാണിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാത്തവരാരുമില്ല. എല്ലാവരും ചില്ലറ തട്ടിപ്പും തരികിടയും ഒക്കെ ആയിട്ട് പോകുന്നവരാണ്. പക്ഷേ സ്ത്രീകൾക്കെതിരെ കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ, അവരുടെ പിന്നാലെ നടന്നവരെ ഹരാസ് ചെയ്യുകയും അവരുടെ മേൽ കയ്യേറ്റം നടത്തുകയും ചെയ്യുന്നത്, അതിനുള്ള അധികാരം ആരാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? അവിടെയുള്ള പുരുഷ കേസരികളിൽ പലർക്കും ഒരു ധാരണയുണ്ട്, അനിമോൾക്കെതിരെ എന്തും ചെയ്യാം, അവൾ പരാതിപ്പെടില്ല. ശരിയാണ്, അവൾ പരാതിപ്പെടില്ല, പരാതിപ്പെട്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ അവളെ തല്ലാം എന്നുള്ളതാണോ? അവൾ തല്ലുമേടിക്കാൻ യോഗ്യതയുള്ളവളാണ് എന്നൊരു പക്ഷേ ചില ആൾക്കാർ ഈ വീഡിയോയുടെ കീഴിൽ വന്ന് കമന്റ് എഴുതിയേക്കാം. അങ്ങനെയുള്ളവരോട് വീണ്ടും ഞാൻ പറയുകയാണ്, അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഷാനവാസിന്റെ കൈയും പിടിച്ചുകൊണ്ട് ആര്യൻ കൺഫെഷൻ റൂമിലേക്ക് പോവുകയാണ്. അതിനെതിരെയാണ് അനിമോൾ സംസാരിക്കുന്നത്. ഇയാളുടെ കൈ വിടുവിക്കുവാൻ വേണ്ടി അനിമോൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അത്? അയാൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ അയാൾ താഴെ വീഴുകയാണ്. അയാൾ താഴെ വീണ് ശ്വാസം കിട്ടാതെ പിടയുകയാണ്. വെള്ളം പോലും കുടിക്കുവാൻ അയാൾക്ക് പറ്റുന്നില്ല. അത് കണ്ടുകൊണ്ട് ഡ്രാമയാണ് എന്ന് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ച രണ്ടവന്മാരാണ് അക്ബറും ആര്യനും. അവരാണ് ഇടത്തും വലത്തും നിന്നുകൊണ്ട് ഇപ്പോൾ പിടിച്ച് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുവാൻ പറ്റുക? ഡ്രാമ കാണിച്ചവൻ കുറച്ചു കഴിയുമ്പോൾ തന്നെ പൊടി തട്ടി എഴുന്നേറ്റ് പോയിക്കൊള്ളും. നിങ്ങൾ എന്തിനാണ് അയാളുടെ കൂട്ടത്തിൽ നടക്കുന്നത്? അപ്പോൾ അയാളാണോ ഡ്രാമ കാണിക്കുന്നത്? നിങ്ങളാണോ ഡ്രാമ കാണിക്കുന്നത്? ഒരു മനുഷ്യൻ മറിഞ്ഞു വീഴുന്നു, അയാൾ പിടയുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന നീയൊക്കെ അയാളുടെ കൈ പിടിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ദേഷ്യമുണ്ടാവും. അത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ കൈ വിടുവിക്കുവാൻ ശ്രമിച്ചു. അതിന് മറുപടി വായി കൊണ്ടാണ് പറയേണ്ടത്. ഇത്രയും നേരം വായി കൊണ്ടല്ലേ അവിടെ പല ഗോഷ്ഠികളും കാണിച്ചു കൊണ്ടിരുന്നത്? അതുപോലെ തന്നെ സംസാരിക്കുക. അല്ലാതെ എന്തിനാണ് അവരുടെ മേൽ കൈവച്ചത്? എന്തിനാണ് അവരെ തല്ലിയത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കൈയെടുക്കുക, തൊഴിക്കുക, അതിക്രമങ്ങൾ കാണിക്കുക. കഴിഞ്ഞ ദിവസം വളരെ മനഃപൂർവ്വം തന്നെ നെവിൻ അനിമോളുടെ കാലിന്റെ പെരുവിരലിൽ ചവിട്ടി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടിയിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റ് ഓടിപ്പോകുന്നു. പിന്നെ കാണുന്നത് അനിമോളുടെ അലർച്ച മാത്രമാണ്. ആ സമയത്ത് വളരെ കൂളായിട്ട്, സോറി, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന്. അതെങ്ങനെയാണ് അറിയാതെ ചെയ്യുന്നത്? ഇത്രയും വിശാലമായൊരു ഹാളിൽ കൂടി പട്ടാപ്പകൽ ഒരു സ്ത്രീ നടന്നു വരുന്നു. അവർക്കെതിരെ പോയി മനഃപൂർവ്വം അവരുടെ കാലിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചിട്ട് അറിയാതെ ചെയ്തതാണെന്ന് പറയുകയാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ ചെവിക്കല്ല് തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. അനിമോൾ ആയതുകൊണ്ട് അവർക്ക് പരാതിയില്ല, അവരാ വേദന അങ്ങ് സഹിക്കുകയാണ്. ഫിസിക്കൽ അസോൾട്ടിന് കംപ്ലൈന്റ് ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ എപ്പോഴേ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയനെ. അത് ചെയ്യാതിരുന്നത് അവരുടെ മാന്യത, ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ഭിക്ഷയാണ് നീയൊക്കെ അവിടെ ഇപ്പോഴും നിൽക്കുന്നത്.
ഇമാതിരി തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നതിൽ കൂടി നീയൊക്കെ വെറും ആഭാസന്മാരാണ് എന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ 6 സീസണുകൾ ഞങ്ങൾ കണ്ടവരാണ്. ഈ 6 സീസണുകളിലും യോജിക്കാൻ കഴിയാത്തവരും ഇഷ്ടമില്ലാത്തവരുമായിട്ടുള്ള ധാരാളം കണ്ടസ്റ്റൻസ് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും തരം താഴ്ന്നവർ, ഇത്രയും വൃത്തികെട്ടവർ, ഇത്രയും ആഭാസന്മാർ ഇതുവരെയും വന്നിട്ടില്ല. ഫാമിലി വീക്കിൽ ആര്യന്റെ അമ്മയും ജ്യേഷ്ഠനും ആ വീട്ടിലേക്ക് വന്നു. അവരാ വീട്ടിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു പോയി. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ഇടുകയും ചെയ്തതാണ്. ആ അമ്മയുടെ വയറ്റിലാണോ ഇതുപോലുള്ള ഒരു അസുരവിത്ത് ജനിച്ചത് എന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. സാംസ്കാരികമായി വളരെ ഔന്നിത്യമുള്ള ഒരു കുടുംബിനിയുടെ പെരുമാറ്റമാണ് ആ അമ്മയിൽ കൂടി നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ നാടകമായിരുന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നുകയാണ്. കാരണം അത്രയും ഉന്നത സംസ്കാരത്തെ വെളിപ്പെടുത്തുന്ന ഒരമ്മ വളർത്തി വലുതാക്കിയ മകനാണ് ഇവനെങ്കിൽ തീർച്ചയായിട്ടും അവൻ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ പഠിക്കുമായിരുന്നു. ഒരു മനുഷ്യന്റെ ബേസിക് ക്വാളിറ്റികളിൽ ഒന്നാണ് സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളത്. കുറഞ്ഞപക്ഷം സ്ത്രീകളെ ബഹുമാനിക്കാനൊന്നും പോയില്ലെങ്കിലും അവരെ പരസ്യമായി അപമാനിക്കാതിരിക്കുവാനെങ്കിലും ശ്രമിക്കണം. അവർക്കുമുണ്ട് വ്യക്തിത്വം, അവർക്ക് ആത്മാഭിമാനമുണ്ട്. അതിനെ ഹനിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടി പോകരുത്. ഈ 2 നാണം കെട്ടവന്മാർ നിരന്തരം ഇത് തന്നെയാണ് അനുമോൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരാണ് നൽകിയത്? ഈ തോന്നിയവാസങ്ങളൊക്കെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നോ ഇതിനൊക്കെ ജനം വിധി എഴുതുമെന്നോ ചിന്തിക്കാതെ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങൾ അത് നിയമപരമായി ശിക്ഷ ലഭിക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ള ബോധമില്ലാതെയാണ് കാട്ടിക്കൂട്ടുന്നതെങ്കിൽ ഇവന്റെയൊക്കെ റിയൽ ക്യാരക്ടർ ഇതാണ് എന്ന് വളരെ വ്യക്തമായി പ്രേക്ഷകർ മനസ്സിലാക്കണം. ബിഗ് ബോസ് വീടായതുകൊണ്ട് മാത്രം ആ പെൺകുട്ടി അവിടെ ജീവനോട് അവശേഷിക്കുകയാണ്. ക്യാമറ കണ്ണുകളില്ലാത്ത മറ്റേതെങ്കിലും ഒരു അജ്ഞാത സ്ഥലത്തായിരുന്നുവെങ്കിൽ ഇവന്മാരെ എന്ന ആ പെൺകുട്ടിയെ പിച്ചു ചീന്തുമായിരുന്നു. അവൾ ഇന്ന് ഈ ഭൂമിയുടെ മുഖത്ത് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? ഇത്രയും ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ 24/7 ജാഗരൂകരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത്രയും നെറികേടുകൾ കാണിക്കുവാൻ ഇവനൊക്കെ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഭീകരന്മാരാണ് ഇവന്മാർ, വൃത്തികെട്ടവന്മാരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇവന്റെയൊക്കെ കയ്യിൽ കിട്ടിയാൽ അവളുടെ പൊടി പോലും ഈ ആഭാസന്മാർ ബാക്കി വെക്കില്ല. ഇവന്റെയൊക്കെ വന്യമായ മോഹങ്ങളും ഭ്രാന്തുമൊക്കെ ഈ പെൺകുട്ടികളുടെ മേൽ തീർത്തിട്ട് അവരെ ഇല്ലാതെയാക്കിയിട്ട് അവർ രക്ഷപ്പെടും. എന്നിട്ടോ വീണ്ടും മാന്യതയുടെ മുഖപടവും അണിഞ്ഞുകൊണ്ട് അടുത്ത സ്ത്രീകളുടെ തേടി അവർ പോവുകയും ചെയ്യും. ഇവർക്ക് സമൂഹത്തെ ഭയമില്ല. മറ്റുള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാതൊരു ചിന്തയുമില്ല. ക്യാമറയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും ചിന്തിക്കാതെ ആക്രമണം നിരന്തരമായി അഴിച്ചുവിടുകയാണ്. പിറകിന് നടന്ന് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു. കിടക്കയിൽ കൊണ്ടുവന്ന് വെള്ളമൊഴിക്കുന്നു. ഇതിനെയൊക്കെ എങ്ങനെയാണ് തമാശയായിട്ട് കാണുവാൻ കഴിയുന്നത്? ഇതിനെ എങ്ങനെയാണ് ഗെയിമായിട്ട് കണക്കാക്കുവാൻ കഴിയുന്നത്? മാനസികമായും ശാരീരികമായും ഒരു സ്ത്രീയെ കടന്നാക്രമിക്കുകയാണ്. അതിലെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരിക്കലും ഗെയിമല്ല, ഇത് തെമ്മാടിത്തരമാണ്. ഇത് ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന പോക്കൃത്തരങ്ങളാണ്. ഇതിന് ശിക്ഷ ലഭിച്ചേ മതിയാവുകയുള്ളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആര്യൻ ആദ്യമായി അനുമോൾക്കെതിരെ അതിക്രമം അഴിച്ചുവിടുന്നത് അവളുടെ മുതുകത്ത് തൊഴിച്ചുകൊണ്ടായിരുന്നു. ഇത് കണ്ടിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും. അതിനുശേഷം പല ആവർത്തി അവളെ ശാരീരികമായി അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അനുമോൾ എന്ന കണ്ടസ്റ്റന്റിന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തെറ്റുകൾ പലതും ഉണ്ടാവാം. ആ തെറ്റുകൾ ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതിനെതിരെ ഗെയിം സ്ട്രാറ്റജികൾ ഉണ്ടാക്കാം. അവരെ പുറത്താക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് മാക്സിമം തന്ത്രങ്ങൾ മെനയാം. എന്നാൽ അവരുടെ പിന്നാലെ നടന്ന് ആക്രമിക്കുക, അനാവശ്യങ്ങൾ മാത്രം അവരെക്കുറിച്ച് പറയുക, അവരുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കുക ഇത്യാദി പ്രവണതകളെ ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ തുല്യമായ അവകാശം ബിഗ് ബോസ് വീട്ടിൽ എല്ലാ കാര്യത്തിലും അനുമോൾ എന്ന മത്സരാർത്ഥിക്കുമുണ്ട്. നിങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാമെങ്കിൽ അവൾക്കും അവളുടെ കിടക്കയിൽ കിടന്നുറങ്ങാം. നെവിൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കഴിഞ്ഞ ദിവസം സോഫയിൽ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ നിന്നും ആര്യൻ അയാളെ പോയി തട്ടി ഉണർത്തുകയാണ്. അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് ആ പെൺകുട്ടിയുടെ നേരെ അതിക്രമം കാണിക്കുകയും അവളുടെ ദേഹത്ത് വെള്ളം കുടയുകയും അവൾ കിടക്കുന്ന കിടക്കയിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവൻ ഉറങ്ങാം, അനുമോൾ കിടക്കാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. എന്തുകൊണ്ട് ഉറങ്ങാൻ പാടില്ല? നീയാണോ അവിടുത്തെ രാജാവ്? നീയാണോ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? നീയാണോ ശിക്ഷ വിധിക്കുന്നത്? നീ പറയുമ്പോൾ കിടക്കണം, നീ പറയുമ്പോൾ എഴുന്നേൽക്കണം. അവൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയല്ല, ഉണർന്നു കിടക്കുകയാണ്. ആര്യനോട് അവൾ സംസാരിച്ചു. ഇവൻ വന്നപ്പോൾ ഇവനുമായിട്ടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും കിടക്കാൻ പാടില്ല, എഴുന്നേൽക്കണം. ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ്. നീ ഏത് കോപ്പിലെ ക്യാപ്റ്റൻ ആയാൽ എന്താണ്? ആരെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവരെ എല്ലാം ജാക്കി വെച്ച് കുത്തി എഴുന്നേൽപ്പിക്കുവാനുള്ള അട്ടിപ്പേർ അവകാശം നിനക്ക് ബിഗ് ബോസ് നൽകിയിട്ടുണ്ടോ? അതോ നീ അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസിൽ നിന്നും വാങ്ങിയെടുത്തിട്ടുണ്ടോ? നിനക്ക് അവിടെ കിടന്നുറങ്ങാമെങ്കിൽ അനുമോൾക്കും അവിടെ കിടന്നുറങ്ങാം, ആർക്കും അവിടെ കിടന്നുറങ്ങാം. അവരവിടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ബിഗ് ബോസ് ചോദിച്ചോളും. ബിഗ് ബോസിന്റെ മുൻപിൽ മാത്രം കണക്ക് അവതരിപ്പിച്ചാൽ മതി. നിന്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല.
ഒരു മത്സരാർത്ഥി പകൽ അവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ അയാളെ ഉണർത്തുവാൻ വേണ്ടി പട്ടി കുരയ്ക്കുന്ന ശബ്ദമാണ് പലപ്പോഴും ബിഗ് ബോസ് പുറപ്പെടുവിക്കാറുള്ളത്. എന്നിട്ട് എന്താണ് ഇവിടെ പലരും നിരന്ന് കിടന്നുറങ്ങിയിട്ട് ബിഗ് ബോസ് ഇപ്പോൾ പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾപ്പിക്കാത്തത്? ടാസ്ക് ചെയ്ത് ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണ്, അല്പസമയം അവർ വിശ്രമിക്കട്ടെ എന്ന് ബിഗ് ബോസ് കരുതിയിട്ടുണ്ട്. നീയും അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് നീ ചാടി എഴുന്നേറ്റ് വന്നിട്ട് ഇത്തരത്തിലുള്ള നെറികേട് കാണിച്ചത്. മറ്റാരോടും അത് കാണിക്കാതെ അവരുടെ നടുവിലൂടെ വന്ന് ഈ പെൺകുട്ടിയുടെ മുഖത്ത് മാത്രം ആ വെള്ളം കുടയണമെന്നുണ്ടെങ്കിൽ നിനക്ക് സൂക്കേട് വേറെയാണ്. അവളോട് നിനക്ക് പേഴ്സണൽ ഗ്രഡ്ജുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സംഭവം ക്യാമറ ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചായിരുന്നെങ്കിൽ ഇന്നലെ നീ അവളെ ഇല്ലാതെയാക്കിയിരുന്നേനെ എന്നുള്ളത് 100% ഉറപ്പാണ്. അത്രമാത്രം നീ അവിടെ അഴിഞ്ഞാടുകയായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകരായി നിങ്ങൾക്ക് കണക്ട് ആകുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം മറ്റൊരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു വ്യക്തി കടന്നു വരികയും അയാൾ നിങ്ങളുടെ മുഖത്തേക്ക് പെട്ടെന്ന് അല്പം വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുമോ? അയ്യോ, ഞാനിവിടെ കിടക്കാൻ പാടില്ലായിരുന്നു, കുറെ കൂടെ വെള്ളം ഒഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കില്ലേ? നിങ്ങൾക്ക് ഏത് തരത്തിലാണോ പ്രതികരിക്കാൻ പറ്റുക ആ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചിരിക്കും. ഇത് പഴയ കാലമൊന്നുമല്ല. ഇന്ന് പെമ്പിളാരൊക്കെ മുഖം നോക്കി അടിച്ചു വിടും. ഇവൻ അടി കൊടുത്ത് വിടേണ്ടതായിരുന്നു. ഇത് ബിഗ് ബോസ് വീടായിപ്പോയി. മാത്രവുമല്ല, ആ കുട്ടിക്ക് ഇതിനെയൊക്കെ തരണം ചെയ്ത് സർവൈവ് ചെയ്ത് മുൻപോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരാഗ്രഹവും ദാഹവുമുണ്ട്. അത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ശാപവുമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഈ വിളച്ചിലുകളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഇതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ്, ആ ബിഗ് ബോസ് മിണ്ടാതിരിക്കുമ്പോൾ ബിഗ് ബോസും എന്റെ പക്ഷത്ത് തന്നെയാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇയാൾ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ട് അവളുടെ പുറകിൽ നടക്കുന്നത്. നെവിൻ കാണിച്ചത് തെറ്റാണ് എന്നൊരൊറ്റ വാക്ക് ബിഗ് ബോസ് പറഞ്ഞിരുന്നെങ്കിൽ തുടർന്ന് അയാൾ ഒരു അനാവശ്യവും ആ പെൺകുട്ടിയെ വിളിച്ച് പറയില്ലായിരുന്നു. ഒരു ചെറ്റത്തരവും അവളോട് കാണിക്കുവാനും തയ്യാറാവില്ലായിരുന്നു. അപ്പോൾ ബിഗ് ബോസിന് ആവശ്യം കണ്ടന്റാണ്, പ്രശ്നങ്ങളാണ്. ആരപമാനിക്കപ്പെട്ടാലും എന്തെല്ലാം വൃത്തികേടുകൾ അവിടെ കാണിച്ചാലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തന്നിവിടെ നിർത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് അനുഭവിച്ചാൽ മതി. ശരിയാണ്, പക്ഷേ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട് ബിഗ് ബോസ്. ഇത്തരത്തിലുള്ള മെന്റൽ ടോർച്ചറിങ് സഹിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് മനോനില തെറ്റുന്ന ഒരു സാഹചര്യത്തിലെത്തിയാൽ അതിന് ഉത്തരവാദിത്തം പറയുന്നത് ബിഗ് ബോസ് ആയിരിക്കുമോ? അതോ അതിലേക്ക് ആ മത്സരാർത്ഥിയെ വലിച്ചിഴച്ച സഹ മത്സരാർത്ഥിയായിരിക്കുമോ? ഒരു ചുക്കും ഉണ്ടാവില്ല. ഒരു ഉത്തരവാദിത്വവും ആരും പറയാൻ വരില്ല. ലൈഫ് പോയെങ്കിൽ പോയി, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. കഴിഞ്ഞ സീസണിൽ ഒരുവൻ മറ്റൊരുവന്റെ കരണം തല്ലി പൊട്ടിച്ചു, ആടിച്ചു ഉടച്ചു കളഞ്ഞു താടിയല്ലുകൾ. എന്നിട്ട് അയാൾ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് വമ്പൻ വാചകം അടിച്ച് പുറത്ത് നടന്ന് ഹീറോ ചമയുകയാണ്. ആർക്കെന്ത് ചെയ്യുവാൻ കഴിഞ്ഞു? കണ്ടവർ മുഴുവൻ പറഞ്ഞു അതിനെതിരായി ആക്ഷൻ എടുക്കണമെന്ന്. ആരെന്ത് ആക്ഷൻ എടുത്തു? ഒരു ചുക്കും സംഭവിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗത, ആ നിസ്സംഗതയെക്കുറിച്ച് നിസ്സംശയം ഞാൻ പറയാം. ഈ ഷോയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതെയാക്കുന്നത് ഇത്തരത്തിലുള്ള മൗനാനുവാദങ്ങളാണ്, തോന്നിയവാസങ്ങൾക്ക് കുടപിടിക്കലുകളാണ്. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അത് ഏതറ്റം വരെ പോകും എന്നുള്ളത് നോക്കിയിരിക്കുവാൻ വേണ്ടി തയ്യാറാകരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ അപമാനകരവും ലജ്ജാകരവുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ലോകത്തിന്റെ മുൻപിലേക്ക് നിങ്ങൾ തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തി ലംഘിക്കുമ്പോൾ അതിന് തടയിടുവാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. അവിടെ നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ അതിനെ അങ്ങേയറ്റം അപലപനീയം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച അയാൾ അവിടെ കാട്ടിക്കൂട്ടിയ തന്തയ്ക്ക് പുറക്കാഴികകൾ അത് കണ്ടിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അയാളെ തഴുകി തലോടി വിട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇതല്ല ഇതിനപ്പുറം ഞാൻ ചെയ്താലും ബിഗ് ബോസ് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന്. ആ ഉറപ്പിലാണ് കഴിഞ്ഞ ദിവസം ഇത്രയും വൃത്തികേടുകൾ അവൻ കാണിച്ചത്. ഇന്ന് പകൽ അവൻ അവിടെ കിടന്ന് ഇത്രയും അഴിഞ്ഞാട്ടങ്ങൾ നടത്തിയത്. നിങ്ങളൊരു വാക്ക് താക്കീത് ചെയ്തിരുന്നെങ്കിൽ ലാലേട്ടൻ അവന്റെ മുഖത്ത് നോക്കി, പണ്ടൊരിക്കൽ ലാലേട്ടൻ നാണമില്ലേ നിങ്ങൾക്ക് എന്ന് അനുമോളുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ, അതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇമാതിരി ആഭാസത്തരം കാണിക്കുവാൻ അവന്റെ കാലുകൾ മുൻപോട്ട് ചലിക്കുമായിരുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ അതിന് വളം വെച്ചു കൊടുക്കുകയായിരുന്നു എന്ന് സമൂഹം പറഞ്ഞാൽ എങ്ങനെ അതിനെ നിഷേധിക്കുവാൻ കഴിയും? അതുകൊണ്ട് ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ്. ഒരു ഗെയിമിനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, വൈരാഗ്യങ്ങൾ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ എല്ലാറ്റിനും ഒരു ലിമിറ്റ് ആവശ്യമാണ്. എന്തായാലും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. പ്രേക്ഷകർ വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുകയാണ് ഇതിനകത്ത് ബിഗ് ബോസ് എന്ത് നടപടികൾ കൈക്കൊള്ളും എന്നറിയുവാൻ വേണ്ടി. ഷാനവാസ് മടങ്ങി വന്നതിന് ശേഷം നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാം. ഷാനവാസിന്റെ അഭിപ്രായം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോവുക എന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞു വെച്ചതെങ്കിലും ഷാനവാസ് ക്ഷമിച്ചു കൊടുക്കുവാൻ തയ്യാറായാലും പ്രേക്ഷകർ ക്ഷമിക്കില്ല. അത്ര വൃത്തികേടാണ് ഇവന്മാരവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനവും നടപടികളുമാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്നറിയുവാൻ പ്രേക്ഷക സമൂഹം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആ തീരുമാനങ്ങളാണ് ഈ ഷോയ്ക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ, ഇതിന് റെപ്യൂട്ടേഷൻ ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കാത്തിരുന്ന് കാണാം.